കാഴ്ചയുടെ പുതിയ വസന്തമായ ഫ്ലവേഴ്സ് ചാനലിലേക്കും കേരളീയത്തിൻ്റെ പുതിയ ഇതളിലേക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കേരളീയത്തിൻ്റെ ഓരോ പുതിയ എപ്പിസോഡിലും പുതിയ അതിഥികളാണ് നിങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നത്. ഇന്നും എന്നോടൊപ്പമുള്ളത് നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ ഒരു യുവ ഗായകൻ തന്നെയാണ്. ഞാൻ നിറഞ്ഞ മനസ്സോടുകൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ എപ്പിസോഡിലേക്ക് യുവ ഗായകൻ നിഷാദ്. നിഷാദ്, വെൽക്കം. കേരളീയത്തിലേക്ക് ഫ്ലവേഴ്സ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിഷാദിന്റെ ഫുൾ ജീവിത ചരിത്രം വരെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞാനിവിടെ നിന്ന് വിടുന്നുള്ളൂ. ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട്, ഒരുപാട് പാട്ട് വിശേഷങ്ങൾ നമുക്ക് പറയാനുണ്ട്. നിഷാദ് തന്നെ പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് ഇപ്പോൾ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ, ഏതൊക്കെ പാട്ടുകളാണ്? ഫ്ലവേഴ്സ് ചാനലാണ് ഏറ്റവും വലിയ വിശേഷം. അതെ, അതിൽ ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. അതിനു മുമ്പേ ഫ്ലവേഴ്സ് ചാനലിന്റെ IML, അതായത് ഇന്ത്യൻ മ്യൂസിക് ലീഗ്, അതിലെ കോഴിക്കോട് ടീമിന്റെ ക്യാപ്റ്റനാണ് ഞാൻ. അതെ, അപ്പൊ അത് വളരെ ഏറ്റവും വലിയ വിശേഷം. അപ്പൊ സ്വാഗതം, ഫ്ലവേഴ്സ് കുടുംബത്തിലേക്ക് സ്വാഗതം. IML എന്ന പരിപാടിയിലൂടെ. അപ്പൊ അത് തന്നെയാണ് ഏറ്റവും വലിയ ന്യൂസ് അല്ലേ? അപ്പൊ എന്തൊക്കെയാണ് കോഴിക്കോട് ഒരു എന്താ പറയാ, നമ്മളിപ്പോ കലയുടെ ഏറ്റവും കൂടുതൽ കലാവേദികൾ നടക്കുന്ന ഒരു സ്ഥലം കോഴിക്കോടല്ലേ? അങ്ങനെ പറയുന്നതായിരിക്കും സത്യം അല്ലേ? അല്ലേ, കാരണം ഞാൻ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ എല്ലാ ജില്ലയിലും പ്രോഗ്രാംസ് ഇപ്പൊ എല്ലാ ജില്ലയിലും ഒരുപാട് നടക്കാറുണ്ട്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കലാവേദികൾ അല്ലെങ്കിൽ പാട്ടുവേദികൾ നടക്കുന്ന ഒരു സ്ഥലം കോഴിക്കോടാണെന്നൊരു ധാരണ പൊതുവെ ഉണ്ട്. ശരിയായിരിക്കും, കാരണം ഇവിടെ പൊതുവെ ഈ ഗസലുകൾക്കും മുഹമ്മദ് റഫിയുടെ ആരാധകർ കൂടുതലുള്ള നാടാണ്. അതേപോലെ കൊച്ചിയിലും ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാൽ പോലും ഇവിടെ മെഹഫിലുകളൊക്കെ ഒരുപാട് മെഹഫിലുകൾ ഇപ്പോഴും സജീവമായിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ്. അതെ അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോഗ്രാംസ് കൂടുതലുണ്ടെന്ന് ഞാൻ പറയാം. തീർച്ചയായിട്ടും ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനത്തെ മെഹഫിലുകളും സംഗീത വേദികളും ഒക്കെ കണ്ടു വളർന്ന ഒരു കോഴിക്കോടുകാരനാണ് നിഷാദ് അല്ലെ? എം എസ് ബാബുരാജ് നാടാണ്. അപ്പൊ അത്തരം എന്താ ചെറുപ്പകാല ഓർമ്മകൾ എന്തൊക്കെയുണ്ട് മനസ്സിലായി? എങ്ങനെയാണ് സംഗീതമാണ് എന്ന വഴിയിലേക്ക് എത്തിച്ചേർന്നത്? എങ്ങനെയാണ്? ചെറുപ്പത്തിലേ ഉള്ള ഒരു പാട്ടിന്റെ സ്വാധീനമാണോ, കോഴിക്കോടിന്റെ സംഗീതത്തിന്റെ സ്വാധീനമാണോ? കോഴിക്കോടിന്റെ സംഗീതത്തിന്റെ സ്വാധീനം ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവാം. കാരണം ഞാൻ പറയുന്നത് MS ബാബുരാജിന്റെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ, അതേപോലെ മുഹമ്മദ് റഫി സാഹിബിൻ്റെ പാട്ടുകൾ, കിഷോർ കുമാറിൻ്റെ പാട്ടുകൾ, പിന്നെ അതേപോലെ ഈ പറയുന്ന മെഹഫിലുകൾ, ഇതൊക്കെ ഒരുപാട് കാണാനും കേൾക്കാനും സാധിച്ചതുകൊണ്ട് എന്തായാലും കോഴിക്കോടിന്റെ കൾച്ചർ എന്തായാലും മനസ്സിലാക്കി മാത്രമേ. ഇവിടെ നടക്കുന്ന ഒരു കല്യാണ രാവുകളാണെങ്കിൽ അതെ, ഇതാണ് അതെ ഇവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് കേൾക്കാനായിട്ട് തന്നെ ഒരു സമയം, ഒരു സദസ്സും അവരുണ്ടാക്കും എന്നുള്ളതാണ് കല്യാണം. സാധാരണ കല്യാണങ്ങളെ പോലെയല്ല. സാധാരണ നമ്മൾ ചില കല്യാണങ്ങളിൽ കാണുന്ന പോലെ കുറേ പേര് ഇന്ന് ഭക്ഷണം കഴിക്കുക, അതിൻ്റെ കൂടെ പാട്ട് കേൾക്കുക, കുറേ ആൾക്കാർ വർത്തമാനം പറയുക, അങ്ങനത്തെ ഒരു രീതിയേ അല്ല ഇവിടെ. ഇവിടെ പാട്ട് പൂർണ്ണമായിട്ടും എല്ലാ ഭക്ഷണ സമയമൊക്കെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഭക്ഷണ സമയത്തിന് മുമ്പ്, അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പ് ആയിട്ട് അതിനൊരു പ്രത്യേക ഇമ്പോർട്ടൻസ് തന്നെ കൊടുത്തുകൊണ്ടാണ് വേദികൾ. അതുകൊണ്ട് തന്നെ ഇവിടെ കലാകാരന്മാർക്ക് പെർഫോം ചെയ്യാൻ ഏതൊരു ചെറിയ കലാകാരനാണെങ്കിലും അവർക്ക് അത്രയധികം പ്രാധാന്യം കേൾക്കുന്നവരും കൊടുക്കും. തീർച്ചയായിട്ടും. അതുകൊണ്ട് ആ റെസ്പെക്ട് അത് ഇന്ന് മാത്രമല്ല, ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ പാടിയില്ലെങ്കിൽ അതേപോലെ ഡിസ്കറേജ് ചെയ്യുന്ന അത്രയും പാട്ടിനെ കുറിച്ച് അറിവ് ഇവിടുത്തെ കേൾവിക്കാർക്ക് ഉണ്ട് എന്നുള്ളതാണ്. നന്നായി പാടിയാൽ അവർ ഒരുപാട് സ്നേഹിക്കും. അങ്ങനെയാണ് ആ പാട്ടിലൂടെ അവർ സ്നേഹിക്കുന്നുള്ളതാണ്. ആ വ്യക്തിയേക്കാൾ ഉപരി സംഗീതത്തിനെ അവർ കൂടുതൽ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. അങ്ങനെ അപ്പം അങ്ങനെ ഒരു അനുഭവവും, പിന്നെ ഈ പറഞ്ഞ പോലെ ഈ കൾച്ചർ ഉള്ളത് കൊണ്ട് ഒരുപക്ഷെ ഞാൻ ഭാഗ്യവാനാണെന്ന് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇന്ന് എനിക്ക് ഗസൽ വേദികളിൽ എനിക്ക് പാടാനുള്ളൊരു ധൈര്യം കിട്ടുന്നത്. വയസ്സിലാണ് ശരിക്കും അങ്ങനത്തെ ഒരു വേദിയിൽ പാടി തുടങ്ങുന്നതൊക്കെ? വളരെ ചെറുപ്പത്തിൽ പാടി തുടങ്ങിയിട്ടുണ്ട്. ഒരു 4ാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോൾ ഞാൻ വേദിയിൽ പാടി. പക്ഷെ ഇതൊരു പ്രൊഫഷനായിട്ട് എടുക്കണമെന്ന് ഒന്നും വളരെ ലേറ്റ് ആയിട്ട് വളരെ ലേറ്റ് 2001 ഒരു കോമ്പറ്റീഷനിൽ വിൻ ചെയ്ത്, അതിലൂടെ രാജസേനൻ എന്ന് പറയുന്ന ഡയറക്ടർ, അദ്ദേഹമാണ് എന്നെ ആദ്യമായിട്ട് സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ സിനിമയിലേക്ക് എൻ്റർ ചെയ്തപ്പോഴാണ് ഇത് സീരിയസ് ആയി പോയത്. അങ്ങനെ സിനിമ വന്നു കഴിഞ്ഞപ്പോൾ അത് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുത്താൽ എന്തുകൊണ്ട് എടുത്തുകൂടാ എന്നുള്ള ചിന്ത വരികയും കൂടുതൽ പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്ത് സ്കൂൾ ലെവലിൽ ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ട്. സ്കൂൾ ലെവലിൽ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക, ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നുണ്ടായിരുന്നു.
ക്ലാസിക്കൽ മ്യൂസിക് ഞാൻ അങ്ങനെ കോമ്പറ്റ് ചെയ്തിട്ടില്ല. എത്രാമത്തെ വയസ്സിലായിരുന്നു ആദ്യത്തെ സ്റ്റേജ്? ഒരു സ്കൂൾ കോമ്പറ്റീഷൻ ആയിരുന്നു, ഓർമ്മയുണ്ടോ? LKG UKG 1ാം ക്ലാസ്സോ എന്തിലായിരുന്നു ആദ്യം ഒരു സ്റ്റേജിൽ കയറി പാടിയത്? നഴ്സറി പഠിക്കുമ്പോൾ പാടിയിട്ടുണ്ട്, പക്ഷേ റൈംസ് അല്ല, നല്ല പ്രോപ്പർ ഒരു നല്ല ഒരു ഫുൾ പാട്ടായിട്ട് എപ്പോഴാണ് പാടിയത്? സ്റ്റേജിൽ പാട്ടായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. ഏതാ ഏത് പാട്ടാണെന്ന് ഓർമ്മയുണ്ടോ? പാട്ട് ദാസാറിന്റെ ഒരു ഈ ചിൽഡ്രൻ സോങ്സ് എന്ന് പറഞ്ഞിട്ട് തരങ്ങിണിയുടെ ഒരു പണ്ട് അതിൽ കോടക്കാറ്റൂഞ്ഞാലാടും കായൽ തീരം അവിടെ കാറ്റുകൊള്ളും തള്ളഞ്ഞണ്ടും പിള്ളഞ്ഞണ്ടും, ഈ ഒരു പാട്ടാണ് അസലായിട്ടാണ് പാടിയത്. ഇതുപോലെ തന്നെയാണോ ചെറുപ്പത്തിൽ പാടിയത്? ചെറുപ്പത്തിൽ എങ്ങനെ പാടിയതിരിക്കും. സമ്മാനം കിട്ടിയോ? സമ്മാനം കിട്ടിയില്ല, അത് സങ്കടം വന്നു, ഒരുപാട് സങ്കടം വന്നു. സമ്മാനം കിട്ടാതെ വന്നപ്പോൾ സങ്കടം. അപ്പൊ എന്തുകൊണ്ട് കിട്ടിയില്ല? അപ്പൊ അതിൽ നല്ല പാട്ടുകൾ ആളുകൾ പാടി. അത് മോശം പാട്ടൊന്നല്ല, അതിനേക്കാൾ തൊണ്ട നല്ല ഉള്ള ആളുകൾ പാടിയത് കൊണ്ട് അവർക്ക്. പിന്നീട് പിന്നെ കൂടുതൽ അങ്ങനത്തെ പാട്ടുകൾ അന്വേഷിച്ച് പോയോ? എനിക്ക് അടുത്ത കോമ്പറ്റീഷൻ അങ്ങനത്തെ പാട്ട്. അവിടെയാണ് എനിക്ക് എൻ്റെ അച്ഛനും അമ്മയെ ഞാൻ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്നത്. കാരണം എനിക്ക് പറ്റുന്ന പാട്ടുകൾ അവർ സെലക്ട് ചെയ്തു. ഈ തുമ്പിയെ കൊണ്ട് പരിപാടി നടത്തി എനിക്ക് എൻ്റെ ഒരു നേച്ചറിന് പറ്റിയ, അല്ല എൻ്റെ തൊണ്ടയ്ക്ക് പറ്റുന്ന പാട്ടുകൾ, നല്ല പാട്ടുകൾ എന്നെ കുറേ സെലക്ട് ചെയ്തു. പക്ഷെ കോമ്പറ്റീഷൻ വേദിയിൽ അത് ആപ്റ്റായിരുന്നോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല. അന്ന് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. പക്ഷെ നന്നായിരുന്നു. അപ്പോൾ എത്രാമത്തെ വയസ്സ് മുതലാണ് പാട്ട് പഠിച്ചു തുടങ്ങിയത്? ആദ്യത്തെ ഗുരു ആരായിരുന്നു? ആദ്യത്തെ ഗുരു ചേളന്നൂർ സുകുമാരൻ ഭാഗവതർ. അങ്ങനെ പറയുന്നതിനേക്കാൾ അദ്ദേഹത്തെ കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി ചേട്ടൻ്റെ വൈഫിൻ്റെ അച്ഛനാണ്. വലിയ സംഗീതജ്ഞനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ആദ്യം പഠിച്ചത്, കോഴിക്കോട്. അപ്പോൾ അതിനുശേഷം ശിവൻ എന്ന് പറയുന്ന സാറിൻ്റെ കീഴിൽ പഠിച്ചു. പിന്നെ ശ്രീധരൻ മുണ്ടങ്ങാട് സാറിൻ്റെ കീഴിൽ പഠിച്ചു. ഇപ്പോൾ ക്ലാസിക്കൽ കർണാട്ടിക് പഠിക്കുന്നത് പാലാ സി കെ രാമൻ സാറിൻ്റെ കീഴിലാണ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഹിന്ദുസ്ഥാനിയുള്ള കമ്പം അങ്ങനെ കയറി എൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ഹിന്ദുസ്ഥാനി. അച്ഛനും അമ്മയും പാടും. അച്ഛൻ പേര് കൃഷ്ണൻകുട്ടി, എഞ്ചിനീയറൊക്കെ ആയിരുന്നു. പിന്നെ അമ്മയുടെ പേര് ശാരദ. രണ്ടാൾ പാടും. അച്ഛന് ഇങ്ങനെ അന്ന് മുതലേ കർണാട്ടിക് അച്ഛൻ പഠിച്ചതെങ്കിൽ പോലും ഹിന്ദുസ്ഥാനിയോട് ഭയങ്കര കമ്പാണ്. അപ്പോൾ ഇത് എവിടെ നിന്ന് പഠിക്കാം, എങ്ങനെ പഠിക്കാം? കേരളത്തിൽ ഹിന്ദുസ്ഥാനിയുടെ ഒരു ചായ്വ് കൂടുതലുള്ളത് കോഴിക്കോട്. പക്ഷേ ഇവിടെ പ്രോപ്പർ ട്രെയിൻ ചെയ്യിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലത്താണല്ലോ അതൊക്കെ വന്നു തുടങ്ങിയത്. പല വേറെ സംസ്ഥാനത്തു നിന്ന് ആളുകൾ വന്ന് പഠിപ്പിക്കാനൊക്കെ തുടങ്ങി അടുത്ത കാലത്ത്. അപ്പം അന്ന് അച്ഛൻ്റെ കാലത്തൊന്നും ഇല്ല. അച്ഛൻ്റെ ഒന്ന് പഠിക്കാനാണ്. പക്ഷെ അച്ഛൻ ഒരുപാട് കേൾക്കുമായിരുന്നു. അങ്ങനെ ഓരോ സ്ഥലത്ത് നിന്ന് എന്നെ കേൾപ്പിക്കുക. അന്നൊക്കെ നമുക്കിത് കേട്ടാൽ മനസ്സിലാവില്ല. കേൾക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് റേഡിയോ ആണ്. ടിവിയും ഇത്രയും ചാനൽസും റേഡിയോസ് ഉണ്ടായിരുന്നു. റേഡിയോസിൽ അച്ഛന് ഒരു ഹോബി ഉണ്ടായിരുന്നു. റേഡിയോസിൽ വരുന്ന ഈ ഹിന്ദുസ്ഥാനി കച്ചേരികൾ റെക്കോർഡ് ചെയ്ത് വെക്കും. എന്നിട്ട് ഇങ്ങനെ കേൾപ്പിക്കും. പക്ഷെ അന്ന് നമുക്കൊന്നും മനസ്സിലാവില്ല. ഇങ്ങനെ ക്ലാസിക്കൽ എന്നൊക്കെ പറയുന്നത് അതെ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പിന്നീട് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം എനിക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ സീരിയസ് ആയപ്പോൾ എനിക്കും അതിനോടൊരു താല്പര്യം തോന്നി. അങ്ങനെ നളിൻ മോൾജി എന്ന് പറഞ്ഞ ഇവിടെ ഒരു സാറിൻ്റെ കീഴിൽ ആദ്യം, അദ്ദേഹം ഒരു ഹാർമോണിയം പ്ലെയറാണ്, ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ആദ്യം ഒരു ഹിന്ദുസ്ഥാനിയുടെ ഒരു ബേസ് ഒക്കെ പഠിച്ചു തുടങ്ങിയത്. അതിനുശേഷം ഒരു നല്ല വോക്കലിസ്റ്റ് ആയിട്ടുള്ള ദത്താത്രേയ വെലങ്കാർ എന്ന് പറയുന്ന സാറിൻ്റെ കീഴിൽ ഇപ്പം അദ്ദേഹം ബാംഗ്ലൂരാണ്. വിനായക് തോർവി, അതായത് വിനായക് തോർവി എന്ന് പറയുന്നത് പിന്നെ ഭീംസൻ ജോഷി സാറിൻ്റെ ഡയറക്റ്റ് ശിഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് പഠിക്കുന്നത്. അപ്പോൾ അത് കർണാടക സംഗീത പഠനം ഇപ്പോൾ നിർത്തിവെച്ചേക്കാണോ അതോ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ട്? അത് രണ്ട് സ്റ്റൈലാണ്. ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടെ അറിവ് അതിനെക്കുറിച്ച് ഉള്ളത് കൊണ്ടും പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടും ഇപ്പോൾ നമ്മൾ തന്നെത്താനെ ഗുരുക്കന്മാരെയൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ പോയി പഠിക്കുന്നു. അപ്പോൾ ഇത്തരം ഒരു ട്രെയിനിങ് ശരിക്കും ചെറുപ്പത്തിലേ കിട്ടേണ്ടതായിരുന്നു എന്ന് തോന്നുന്നുണ്ട്? തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. കാരണം അന്ന് കിട്ടേണ്ടതായിരുന്നു എന്നതിനേക്കാൾ ഉപരി അന്ന് അത് തരാൻ അച്ഛനും അമ്മയൊക്കെ തയ്യാറായിരുന്നു. പക്ഷേ ഗുരുക്കന്മാര് ഹിന്ദുസ്ഥാനിയിൽ ഉണ്ടായിരുന്നില്ല, അന്ന് ഉണ്ടായിരുന്നില്ല പ്രോപ്പറായിട്ട്. പക്ഷേ പുറത്തൊക്കെ പോയി പഠിപ്പിക്കുക എന്നൊക്കെ പറയാൻ അതൊന്നും അന്ന് എന്തായാലും കേരളത്തിലൊരു പ്രവണത എന്ന് പറയുന്നത് സംഗീതജ്ഞൻ അല്ലെങ്കിൽ ആർട്ട് ഫോം ഒരു പ്രൊഫഷനാക്കുന്നത് കേരളത്തിൽ ആർക്കും
അത്ര വലിയ താല്പര്യമില്ല. മാത്രമല്ല കോമ്പറ്റീഷന് വേണ്ടി പഠിക്കുന്ന അല്ല, അത് ഇന്നും നിലനിൽക്കുന്നു ഒരു ട്രെൻഡ് എന്നുള്ളതാണ് സങ്കടം. അതെ, അതാണ്. അതായത് അതൊരു ജോലിയായിട്ട് ആളുകൾ കണക്കാക്കിയിട്ടില്ല. ഞാൻ പലപ്പോഴും പല യാത്രകളിലും എന്നോട് പലരും ചോദിക്കും എന്താ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞിങ്ങനെ ഇപ്പം മ്യൂസിക്കാണ്, കംപ്ലീറ്റ്ലി മ്യൂസിക്. അല്ല, വേറെ എന്താ ജോലി? അത് ശരിയാണ്. അതിപ്പോ നമ്മളിപ്പോ ഒരു ഡാൻസർ ആയാലും ഗായകനായാലും എപ്പോഴും ചോദിക്കുന്നത് അതൊരു ഹോബി അല്ലേ, എന്താണ് നിങ്ങളുടെ വരുമാന മാർഗം? ആൾക്കാർക്ക് താല്പര്യം ഇത്തിരി കൂടുതൽ. അപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു ഇപ്പൊ ഈ റിയാലിറ്റി ഷോസ് വന്നു തുടങ്ങിയപ്പോഴാണ് കുറച്ചെങ്കിലും ഒന്ന് മാറിയത്. അതിനു മുമ്പ് ഒക്കെ ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. ഓരോ സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഒരുപാട് വിഷമിപ്പിച്ച സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു അതുകൊണ്ട് തന്നെ ഞാനും ആ ഒരു മാർഗത്തിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്, മ്യൂസിക് സൈഡ്. അങ്ങനെ ഞാൻ ഡിഗ്രി പി ജി ഒക്കെ വേറെ സബ്ജക്ട് മാത്തമാറ്റിക്സ് ഒക്കെ ചെയ്തത്. അത്രയ്ക്ക് ഇഷ്ടമാണോ കണക്ക്? കണക്ക് ഇഷ്ടമാണോ എന്ന് വെച്ചാൽ ഇഷ്ടമാണ്. എല്ലാ സബ്ജക്റ്റിലാണ്. ശരിക്കും പറഞ്ഞാൽ മാത്സ് ആണ് മ്യൂസിക്കായിട്ട് ഏറ്റവും റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ അങ്ങനെ അറിയാതെ വന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെ അത് പഠിച്ച് ഞാൻ അതിൻ്റെ ഹയർ സ്റ്റഡീസ് ബി.എഡും അങ്ങനെയൊക്കെ പഠിച്ച് എഡ്യൂക്കേഷൻ ഫീൽഡിൽ തന്നെ ഞാൻ ടീച്ചിങ് എനിക്ക് ഭയങ്കര. ഒരുപക്ഷെ ഞാൻ മ്യൂസിഷ്യൻ ആയിരുന്നില്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫീൽഡ് ഈ ടീച്ചറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ലെക്ചറിങ് ചെയ്തു തുടങ്ങി ഇവിടെ കാലിക്കറ്റ് സെൻറ് ജോസഫ് ദേവഗിരി കോളേജിൽ മാത്സ്. അതിന് മുമ്പേ ഒരു ഹയർ സെക്കൻഡറി, നന്മണ്ട ഹയർ സെക്കൻഡറി, അതിൽ കുറച്ചു കാലം വർക്ക് ചെയ്തു. അങ്ങനെ മാത്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാർ അയക്കുന്നതിന്റെ ഇടയ്ക്ക് സംഗീതം പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു കുട്ടികൾക്ക്. അവിടെ സംഗീതം പോയിട്ട് പോലും ഇല്ല. ഒരു ക്ലാസ്സിലൊന്നും കുട്ടികൾ പാടാൻ പറഞ്ഞാൽ പാടുക തന്നെ ഇല്ലായിരുന്നു. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ ഞാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷെ പക്ഷെ എന്നെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കൂട്ടോ, അത് വേറെ കാര്യം. പിള്ളേരല്ല, അല്ലാതെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ പാടുന്നല്ലാതെ. ശരിക്കും അങ്ങനെ ഒരു ഫീൽഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ഡൈവേർഷൻ വന്നത്, സിനിമ വന്നതും. മാത്രമല്ല ലെക്ചറിങ്ങും പലരും എന്നോട് ചോദിച്ചു രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയിക്കൂടെ. അത് പറ്റില്ല. ലെക്ചറിങ് എന്ന് പറയുന്നത് ത്രോട്ടിന് ഒരുപാട് സ്ട്രെയിൻ തരുന്നു, പാടുന്ന ആളുകൾക്ക് തീരെ അധികം സ്ട്രെയിൻ ചെയ്യാൻ പാടില്ലാത്തതും വോയിസ് ആണ് അല്ലേ. അതിപ്പോ ഞാൻ കേട്ട കാരണം കുറച്ച് സംഗീത അല്ലെ ഏത് കലാരംഗത്തായാലും അതിൽ വളരെയധികം കല മനസ്സിലുള്ള ആൾക്കാർ ഒരുപാട് പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. രണ്ട് കാര്യം ഒരുമിച്ച് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് അപ്പോൾ അതിനകത്ത് 100% കോൺസെൻട്രേഷൻ നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിനോട് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് രണ്ടിനോട് നീതി പുലർത്താൻ പറ്റാത്തൊരു അവസ്ഥ. ഒന്നാമതെന്ന് പറഞ്ഞാൽ വേറൊരു ജോബ് ചെയ്യുമ്പോൾ അതിൻ്റെ ടെൻഷൻ നമുക്ക്, അല്ലെങ്കിൽ മേലെയുള്ള പ്രഷർ നമുക്ക് വരുമ്പോഴത്തേക്ക് ഈ മ്യൂസിക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യാൻ പോലും ചിലപ്പോൾ ശരിക്കും സമയം പറ്റില്ല. നമുക്കൊരു മൂഡ് വരില്ല, സമാധാനം ആയിട്ട് കിട്ടില്ല. അപ്പം അത് തന്നെ പ്രധാന കാരണം. പലരും അങ്ങനെ തന്നെയാണല്ലോ. പക്ഷെ നോർത്തിൽ ചില ആളുകൾ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. പക്ഷെ അവർ അത്രയും അങ്ങോട്ട് പൊങ്ങി വന്നിട്ടില്ലെങ്കിലും ഞാൻ കച്ചേരികൾ കേൾക്കാൻ വേണ്ടി അങ്ങനെ പോവാറുണ്ട്. ഈ ഓൾ നൈറ്റ് കച്ചേരികൾ കേൾക്കാൻ. ഇപ്പോൾ ചെന്നൈ മ്യൂസിക് ഫെസ്റ്റിവലൊക്കെ നല്ല 10 ദിവസം 1 മാസം എന്നൊക്കെ പറയുന്നത് എല്ലാം പോയി കേൾക്കാനുള്ള സമയം നമുക്ക് കിട്ടിയില്ലെങ്കിലും അതിലൊരു 10-15 ഉണ്ടെങ്കിലും കേൾക്കാൻ സാധിക്കുന്നതിന് ശരിക്കും ഒരു അനുഗ്രഹമാണ്. അതെ. അപ്പം അങ്ങനെ പോകുമ്പോൾ അതിൽ വരുന്ന ഒരുപാട് പ്രഗത്ഭരായ ആർട്ടിസ്റ്റുകൾ പലരും ജോലി അതേപോലെ കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷെ അവർ മെയിൻ സ്ട്രീമിൽ എത്ര ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ അവർ അസാധ്യ കലാകാരന്മാരാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും മ്യൂസീഷ്യൻസിനെ ആരെ എടുത്ത് നോക്കിയാലും അത് മാത്രം ചെയ്ത് അവിടെ എത്തിയവരാണ്. ഞാൻ പറഞ്ഞു വന്നത്. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു പ്രാക്ടീസിനൊക്കെ ഒരുപാട് സമയം വേണം. അല്ലാതെ അത് കൊണ്ടുനടക്കാൻ ബുദ്ധിമുട്ടാണ്. രണ്ടും കൂടെ പ്രാക്ടീസിന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ എനിക്ക് സാധകം ചെയ്യും. എന്നാലും അങ്ങനെയല്ല ഉണ്ടല്ലോ. അതിനാണ് ഇപ്പൊ ജോലിയൊക്കെ വിട്ട് സംഗീതത്തിൽ പൂർണ്ണമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന സമയമാണ്. തീർച്ചയായും പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയാണ് അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്റ്റേജ് ഇങ്ങനെ യാത്രകളിൽ നിന്ന് യാത്രകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് സമയം കിട്ടില്ല. അവിടെ സ്റ്റേജിൽ പാടുന്നതും ഒരു തരത്തിൽ സാധകം തന്നെയാണ്, പാട്ട് തന്നെയാണ്. വേറെ രീതി പറയുമ്പോൾ നമ്മള് ഈ ഉറക്കമൊഴിഞ്ഞിട്ടും ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടും രാവിലെ എണീറ്റ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ബുദ്ധിമുട്ട് മാത്രമല്ല സ്ട്രെയിൻ ആവും. അപ്പോൾ അതുകൊണ്ട് വോയിസ് സ്ട്രെയിൻ ഇല്ലാതെ എപ്പോഴൊക്കെ സമയം കിട്ടുന്ന അപ്പോഴൊക്കെ ഞാൻ ഇരിക്കാറുണ്ട്, പ്രാക്ടീസ് ചെയ്യാൻ ഇരിക്കാറുണ്ട്. കുറേ കേൾക്കാറുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടുള്ള പാട്ട് ഒരുപാട് കേട്ട് ആണല്ലോ നമുക്ക് കൂടുതൽ അറിവ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും ഇപ്പോൾ കോളേജ് കഴിഞ്ഞാൽ ആദ്യം പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു. ഇപ്പോൾ അതെല്ലാം വിട്ട് തിരിച്ച് സംഗീതത്തിലേക്ക് വന്നിരിക്കുകയാണ്. കുറച്ചൊന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ് ഞാൻ. അപ്പോൾ എപ്പോഴാണ് ആദ്യത്തെ സിനിമാ ഗാനം നിഷാദിനെ തേടിയത്? അതിലേക്കുള്ള വഴി എന്തായിരുന്നു? എങ്ങനെയാണ്? ഞാൻ പറഞ്ഞല്ലോ ഒരു കോമ്പറ്റീഷനിൽ
അതിൽ വിൻ ചെയ്ത് അതിലൊരു പാട്ട് ഞാൻ പാടി. അത് മുഹമ്മദ് റഫി സാഹിബിൻ്റെ ഒരു പാട്ട്. ആ പാട്ട് പാടിക്കോളൂ, എന്നിട്ട് നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം. ओ दुनिया के रखवाले सुन दर्द भरे मेरे नाले सुन दर्द भरे मेरे नाले. ഈ പാട്ട് ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഓ ദുനിയാ കെ രഖ്വാലേ രഖ്വാലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ മേലോട്ട് പോകും, ഒരു 3-4 സ്റ്റെപ്പ്. ഈ പാട്ട് കേട്ടിട്ടാണ് രാജസേനൻ സാറ് വിളിക്കുന്നത് തന്നെ. ഇതിപ്പോ ഏത് പ്രായ കാലഘട്ടത്തിലായിരുന്നു ഈ പാട്ട് പാടിയത്? 2001. പ്രായം ഞാൻ പിന്നെ കാൽക്കുലേറ്റ് ചെയ്തോളാം. 2001 അപ്പൊ ഈ പാട്ട് പാടി കോമ്പറ്റീഷൻ ജയിച്ചത്. ഓക്കെ. അപ്പോഴാണ് രാജസേനൻ സാർ ഈ പാട്ട് കേട്ടിട്ടാണ് വിളിക്കുന്നത്. നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ, അവൾക്കൊണ്ടൊരു രാജകുമാരൻ. അതിലാണ് ആദ്യത്തെ സോങ്. അപ്പൊ അതിൽ ഇതേപോലെ ഹൈപ്പിച്ചുള്ളൊരു പാട്ട്, ഇയാൾക്ക് ഹൈപ്പിച്ചുള്ള പാട്ട് നന്നായിരിക്കും. കോമ്പറ്റീഷനിൽ പാട്ട് പാടിയോണ്ട് അങ്ങനത്തെ പാട്ടാണ് ആദ്യം കിട്ടുന്നത്. അതെ, അത് മാത്രമല്ല ഒരു സാഡ് സോങ് ആണ്. അപ്പൊ ആദ്യം കിട്ടുന്നത് അങ്ങനെ. അപ്പൊ പുത്തൂരം വീട്ടിലെ തച്ചോളി പാട്ടിലെ നക്ഷത്ര കണ്ണുള്ള വീരന്മാരെ നാടിൻ്റെ മാനവും കാത്തവരെ. ഇതാണ് ഞാൻ ആദ്യം വടക്കൻ പാട്ടിന്റെ സ്റ്റൈലുള്ള രീതിയിൽ പോകുന്ന ഒരു പാട്ട്. പൃഥ്വിരാജിന്റെ ആദ്യത്തെ റിലീസായ പാട്ടാണ്. ഇതില് മ്യൂസിക് ചെയ്തിരിക്കുന്ന ബെന്നി കണ്ണൻ എന്ന് പറയുന്ന 2 ആളുകളാണ്. അവരാണ് രമേശ് നായർ സാർ എഴുതിയ വരിയാണ്. ഇതാണ് ആദ്യം പാടുന്നത്. അതിൽ ഈ പാട്ട് പാടി കഴിഞ്ഞപ്പോൾ രാജസേനൻ സാർ അതിൽ വേറൊരു സോങ് കൂടെ തന്നു എനിക്ക്. അത് അല്ല, ഹൈപ്പിച്ച്, ഭയങ്കര ഹൈപ്പിച്ച്. കളരിക്കും കാവിനുമുണ്ടൊരു ദൈവം ഓ പൊഴിയുന്നു പൂമഴ പോലൊരു പുണ്യം ഓ, ഇങ്ങനെ ഒരു പാട്ട്. എൻ്റെ ഇങ്ങനെ വെറുതെ എന്ന് പറഞ്ഞ ഇങ്ങനെ സസ്റ്റൈനോട്ട് നിർത്തുന്നുണ്ട്. അപ്പം അങ്ങനെ അങ്ങനെ 2 പാട്ടുകളാണ് ഞാൻ ആദ്യത്തെ സിനിമയിൽ പാടിയത്. അപ്പൊ ഇത് കോളേജിൽ പഠിച്ചോണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ പാട്ട് പാടി? അല്ല, കോളേജിൽ വർക്ക് ചെയ്യല്ലേ. അപ്പൊ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ ഇത് പാടി കഴിഞ്ഞപ്പോഴാണ് പിന്നെ തിരിഞ്ഞു സിനിമ ആണ് എൻ്റെ മാർഗം എന്ന് എനിക്ക് തോന്നി, അല്ലെങ്കിൽ സംഗീതമാണ് മാർഗം തോന്നി. മാത്രമല്ല പിന്നെ ഞാൻ വിചാരിച്ചു സമയമായി, അപ്പൊ അതുകൊണ്ട് അതിലേക്ക് മാറാം എന്ന് വിചാരിച്ചു. അങ്ങനെ മാറി. പിന്നീട് അതിനുശേഷം രാജസേനൻ സാറ് വേറൊരു പടം കൂടി പാടി, സ്വപ്നം കൊണ്ടൊരു തുലാഭാരം എന്ന സിനിമയിൽ. അത് ഔസേപ്പച്ചൻ സാറിന്റെ മ്യൂസിക് ആയിരുന്നു. ഓർമ്മകളെ വിട പറയൂ പോയി വരട്ടെ ഞാൻ, കരളുരുകും വേദനകൾ തേങ്ങുമീ വഴിയേ, തുണയായതൻ നിഴലായി വരാം നിഴലിനു മുഖമെവിടെ, പറയൂ നീ ഓർമ്മകളെ വിട പറയൂ പോയി വരട്ടെ ഞാൻ. എൻ്റെ പേര് പരമേശ്വരൻ. ഞാൻ കേരള വാട്ടർ അതോറിറ്റിയിൽ നിന്നും അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായി 20 വർഷം മുമ്പ് റിട്ടയർ ചെയ്തു. ഞാനൊരു കൃഷിവല കുടുംബത്തിലെ അംഗമാണ്. ഗ്രാമത്തിൽ ഞങ്ങൾ പരമ്പരാഗത കൃഷിക്കാരായിരുന്നു. ഞാൻ ജോലി കിട്ടി നഗരങ്ങളിലേക്ക് ചേക്കേറിയപ്പോൾ പല കാരണങ്ങളാലും ഇവിടെ തന്നെ ഒരു വീട് വയ്ക്കാമെന്നുള്ള ധാരണയിലെത്തി. അത് ഏതാണ്ട് 30-32 വർഷം മുമ്പായിരുന്നു. എനിക്ക് ആകെ ഇവിടെ വാങ്ങാൻ കഴിഞ്ഞത് 3 സെൻറ്റ് ഭൂമിയാണ്. ഈ 3 സെൻറ്റ് ഭൂമിയിലൊരു വീട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൃഷി ചെയ്യാൻ എന്താണ്, ബാക്കി സ്ഥലമില്ല. ആ ചിന്ത എന്നെ ഈ ഒരു ഇതിലേക്ക് തിരിച്ചു. എൻ്റെ ടെറസ് ഒരു പറമ്പാക്കി മാറ്റുക, പൂർണ്ണമായി ഒരു പറമ്പാക്കി മാറ്റുക എന്നുള്ളിടത്തേക്ക് ആണ് ആ ചിന്ത എത്തിയത്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ 3 സെൻറ്റ് ഭൂമിയിൽ 600 ചതുരശ്ര അടി വിസ്തീർണത്തിലൊരു വീടാണ് എനിക്ക്. തറ വിസ്തീർണം 600 ചതുരശ്ര അടി തറ വിസ്തീർണത്തിലുള്ള വീടിൻ്റെ ടെറസ് 750 സ്ക്വയർ ഫീറ്റ് ആക്കി ചതുരശ്ര അടിയാക്കി ഞാൻ മാറ്റി. അപ്പോൾ എനിക്ക് 750, അതായത് 3 സെൻറ്റ് ഭൂമിയിൽ 2 സെൻറ്റും കൃഷി ചെയ്യാൻ കഴിയുന്ന ഒരു പറമ്പ് ഞാനിവിടെ സൃഷ്ടിച്ചു. എൻ്റെ ടെറസിൽ കോൺക്രീറ്റ് ആ രീതിയിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തതിൻ്റെ അനുഭവ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞാൻ
ഈ ടെറസ് കാസ്റ്റ് ചെയ്തു. അത് ഇപ്പോൾ ഇവിടെ താമസമായിട്ട് 29 വർഷമായി. ഈ ടെറസിൽ ഒരടി കനത്തിലാണ് മണ്ണിട്ടിരിക്കുന്നത്. ഇവിടെ സാധാരണ പറമ്പിൽ ചെയ്യുന്ന എല്ലാ ഇതുകളും വൃക്ഷങ്ങളും സസ്യങ്ങളും കൊണ്ടൽ കൃഷികളും എല്ലാം തന്നെ ഈ 750 സ്ക്വയർ ഫീറ്റ്. 1 ചാക്ക് സിമെൻറ്റിന് 2 ചാക്ക് മണൽ, 4 ചാക്ക് മെറ്റൽ എന്ന അനുപാതത്തിലാണ് എല്ലായിടത്തും നമ്മൾ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്. ടെറസിനും അത് തന്നെ മതി. പക്ഷേ ഇവിടെ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് കമ്പി കൂടുതലിട്ടതിന് പുറമെ 1 ചാക്ക് സിമെൻറ്റിന് 1.5 ചാക്ക് മണൽ, 3 ചാക്ക് മെറ്റൽ, അതാണ് 1:1.5:3 എന്ന അനുപാതത്തിൽ ഉള്ള കോൺക്രീറ്റ് മിശ്രിതമാണ് ഇവിടെ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. പ്യുവർലി ഇത് വാട്ടർ ടൈറ്റ് ആകാൻ വേണ്ടി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. കോൺക്രീറ്റ് ചെയ്ത അന്ന് തന്നെ അതിന് നല്ല കടുപ്പത്തിലുള്ള പരുക്കനിട്ട് സിമെൻറ്റ് മണൽ മിശ്രിതം ഇട്ട് ലെവൽ ചെയ്ത് അതിൻ്റെ മീതെ 1 mm കനത്തിലെങ്കിലുമുള്ള കട്ടിച്ചാന്ത് എന്ന് പറയും. നമ്മൾ ഫ്ലോറിലെല്ലാം കൊണ്ട് വയ്ക്കാറുള്ള രീതിയിൽ കട്ടിച്ചാന്ത് വെച്ച് 1 mm കനത്തിൽ ഒരു തിൻ ഫിലിമായിട്ട് ആക്ട് ചെയ്യും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള മണ്ണിട്ട് കൃഷി ചെയ്യാം.